ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഈ നരച്ച മുടിയിൽ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. എത്രമാത്രം റിസൾട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. മുടി ബ്രൗൺ ആവുകയുള്ളൂ, കറുക്കില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഡേ ആണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഈ പാക്ക് ഉപയോഗിച്ചാൽ മുടി കറുക്കുക മാത്രമല്ല, നല്ല കട്ടിയായി തന്നെ മുടി വളരുകയും ചെയ്യും. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടുന്ന സാധനങ്ങൾ പറിച്ചെടുക്കാം. ആദ്യം നമുക്ക് വേണ്ടത് നീലമരിയാണ്. ഇപ്പോൾ അധികം ആൾക്കാരുടെ വീട്ടിലുണ്ട് ഈ നീലമരി. ഇല്ലാത്തവർക്കൊക്കെ ഞാൻ വിത്ത് ഒരുപാട് അയച്ചിരുന്നു. ഇനിയും വിത്താവുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ അവസാനം നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ മെസ്സേജ് ചെയ്താൽ, വിളിക്കരുത് കേട്ടോ, മെസ്സേജ് ചെയ്താൽ മതി. ഫ്രീ ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ മേലെ ഇലയെടുക്കരുത്, കുറച്ച് അടിയിൽ പോയി വേണം ഇലയെടുക്കാൻ വേണ്ടി. എപ്പോഴും നല്ല മൂത്ത ഇലയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഈ താഴെ ഭാഗത്ത് കണ്ടില്ലേ, ഇതുപോലെയുള്ള ഇല വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ ഈ കമ്പോട് കൂടി തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അപ്പോൾ ഇത് ഇത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ഗാർഡൻ്റെ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ സൈഡിൽ ഞാൻ മുഴുവനും എന്തായാലും നമ്മൾ കുറേ കളകളൊക്കെ വരും. ബാക്ക് സൈഡിലാണ് കേട്ടോ, ഫുള്ള് ഇത് തന്നെ. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഉണക്കിയെടുക്കണം. മഴക്കാലമായാലും കുഴപ്പമില്ല, നമ്മൾ ഷെയ്ഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണക്കിയെടുക്കാറ്. അപ്പോൾ പാക്ക് ഉണ്ടാക്കാനായി ഞാൻ ആദ്യം കുറച്ച് കറിവേപ്പില പറിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെയുള്ള കറിവേപ്പിലയാണ്. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് വേണം എടുക്കാൻ. അതിലൊന്നും കെമിക്കലൊന്നും ഇല്ലയെന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ വെറുതെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് മൈലാഞ്ചി ഇല, ഇതും നല്ല മൂത്ത ഇല നോക്കി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. എപ്പോഴും അടിവശത്തു നിന്ന് വേണം കട്ട് ചെയ്തെടുക്കുക. മേലത്തെ തളിരിലയൊന്നും കട്ട് ചെയ്തെടുക്കരുത്, അതിന് അധികം കളർ ഉണ്ടാവില്ല. ഇനി നീലമരി ഇലയാണ്. ഇതും ഇതേപോലെ തന്നെ ഇലയെല്ലാം വേറെയാക്കി എടുക്കാം. ഈ ഇലകളൊക്കെ നമ്മളൊരു ഡിക്കോഷനിലാണ് അരച്ചെടുക്കുന്നത്. അതിനു വേണ്ടി ആദ്യം 1 സ്പൂൺ ഉലുവയിലേക്ക് ഒരു 5-6 ഗ്രാമ്പു കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഈ പാക്കിൽ ഉലുവ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ മുടി നല്ല കട്ടിക്ക് വളരുന്നതാണ് കേട്ടോ. പിന്നെ ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി കളറ് കിട്ടാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഈ പാക്കിന്. അതിന് വേണ്ടിയിട്ടാണ് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയുമാണ്. ഞാനിത് മാസത്തിൽ ഒരു പ്രാവശ്യം ഈ പാക്ക് എന്തായാലും തലയിൽ ഇടാറുണ്ട്. ബാക്കിയൊക്കെ പരീക്ഷിക്കാറുണ്ട്. എന്നാലും മുടി കൊഴിച്ചിൽ മാറാനും നന്നായി മുടി വളരാനും ഈ പാക്ക് എനിക്ക് സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബ്രൂ കോഫി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കണം. അതാകുമ്പോൾ നമ്മുടെ മുടിക്ക് കുറച്ച് കൂടി നല്ല കളർ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡിക്കോഷൻ റെഡി ആയിട്ടുണ്ട്. 1 ഗ്ലാസ് ഡിക്കോഷൻ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ് വെള്ളത്തിലായിരുന്നു തിളപ്പിച്ച് കുറുക്കിയെടുത്തത്. ഇനി നമ്മൾക്ക് ആദ്യം നീലമരി ഇല ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരേ അളവിലാണ് നീലമരി ഇലയും മൈലാഞ്ചി ഇലയും കറിവേപ്പിലയും എടുത്തിട്ടുള്ളത്. 3ഉം ഒരേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി വേണ്ടത് ഈ ഡിക്കോഷൻ കുറേശ്ശായി ചേർത്ത് നന്നായി തന്നെ അരച്ചെടുക്കണം. എൻ്റെ ഈ മിക്സിയിൽ നന്നായി തന്നെ അരക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അഥവാ മിക്സിയിൽ അരക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഗ്രൈൻഡറിലിട്ടിട്ട് അരച്ചെടുക്കാം. കാരണം ഇത് അത്രയ്ക്ക് സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ നല്ല സ്മൂത്തായി അരച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. ഇത്രയും സ്മൂത്തായി തന്നെ വേണം കേട്ടോ. അപ്പോൾ ഈ മിക്സിയിൽ എനിക്ക് നന്നായി അരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾക്ക് ഇരുമ്പ് ചീനിച്ചട്ടി അത് ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന ചീനിച്ചട്ടിയാണ് കേട്ടോ. അതാണ് അതിൻ്റെ കളർ അങ്ങനെ. അതിലേക്ക് അരച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സ്മൂത്തായി അരക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുവിധം അരഞ്ഞാൽ പിന്നെ അത് അരിച്ചെടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. ഇത് ഞാനിപ്പോൾ നേരത്തെ ഡിക്കോഷൻ മുഴുവനായി തന്നെ ചേർത്തിട്ട് അരച്ചെടുത്തതാണ്. കുറച്ചായി വേണം ചേർത്ത് അരച്ചെടുക്കാൻ. ആദ്യം തന്നെ ചേർത്താൽ ഒട്ടും അരഞ്ഞു കിട്ടില്ല അത്. ഇനി ഇതിൻ്റെ കളർ നന്നായി കൂടാൻ വേണ്ടി നമ്മളൊരു ചെറുനാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങയുടെ നീര്. അതിപ്പോൾ ഞാൻ ഇവിടെ ഒരു വാടിയ ചെറുനാരങ്ങയാണ് എടുത്തത്. ഇത് മതി. ഇതിൽ പക്ഷേ നല്ല ജ്യൂസ് ഉണ്ട് കേട്ടോ. ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെയുള്ള വാടിയതൊക്കെ മതി. ഇതിൻ്റെ കുറച്ച് ചീനയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. അത് നമ്മളെന്തായാലും ജ്യൂസിനൊന്നും നമുക്കത് പറ്റില്ല. അപ്പോൾ ഇതിനെ എടുക്കാം.
ഞാൻ ഇത് മുഴുവനായും തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് നാളത്തേക്ക് ഇത് അധികമൊന്നും ആവില്ല കേട്ടോ. ഈ ഒരു കട്ടിയിൽ തന്നെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇതിലും കൂടുതൽ ലൂസായാൽ അധികം നമുക്ക് മുടിയിൽ ഇടാൻ ബുദ്ധിമുട്ടാവും. ഇനി ഒരു സാധനം കൂടി നമുക്ക് പാക്ക് ഇടുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ തന്നെ കൂടുതൽ വെള്ളമായാലും അത് നെറ്റിയിൽ ഒലിച്ചിറങ്ങിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ചെറുനാരങ്ങ നീര് ഒഴിവാക്കരുത് കേട്ടോ, തീർച്ചയായും ചേർക്കണം. ഇതിൻ്റെ ഈ കുരു ഒന്ന് മാറ്റാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഈ ചീനച്ചട്ടിയുടെ എല്ലാ സൈഡിലേക്കും എത്തുന്ന പോലെ വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പരത്തി വെക്കണം കേട്ടോ. ഇതെനിക്ക് ഇപ്രാവശ്യം മുടിയിൽ മൊത്തം ഇടാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും കുറച്ച് കുറച്ച് മാത്രമേ ഇടാറുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം ഇടാനുള്ളതും കിട്ടും എനിക്കിതിൽ നിന്ന്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം നാളെ രാവിലെ എടുത്തിട്ട്, ഇതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്ത് വെച്ചത്, രാവിലെ എടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് വെക്കണം. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ എടുക്കുന്നത്. ഇപ്പോൾ ഇതാ 2ാമത്തെ ദിവസമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നന്നായി തന്നെ കറുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ദിവസം തന്നെ ഇതുപോലെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെക്കണം. അപ്പോഴാണ് നമ്മുടെ പാക്കിന് നല്ല കളർ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഇടുമ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മുടെ ഹെന്നയ്ക്ക് കളറൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തിട്ട് വേണം നോക്കാൻ. ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് കമൻ്റ് ഇടും ഇതൊന്നും കളർ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമല്ലോ. അത് മാത്രമല്ല കേട്ടോ, വേറെ കുറച്ച് ഇടുമ്പോൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അതിൻ്റെ ടിപ്പ്. നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ കെമിക്കൽ ഡൈ പോലെ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടില്ല. ഇപ്പോൾ ഇതാ എൻ്റെ മുടിയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ സ്ഥിരമായി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും നര വരുള്ളൂ കേട്ടോ. ആദ്യമൊക്കെ നന്നായി തന്നെ നരയുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇതിനു മുന്നേ ഞാൻ ഇതുപോലെയുള്ള പാക്ക് ഇട്ടിട്ട് ഇപ്പോൾ 2 ആഴ്ച ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്ര വലിയ നരയൊന്നും വന്നിട്ടില്ല 2 ആഴ്ച ആയതുകൊണ്ട്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ ഇപ്പോൾ പാക്ക് ഇടുന്നത്. ഇപ്പോൾ പാക്കിൽ നിന്ന് പകുതി ഞാനെടുത്ത് അതിലേക്ക് ഒരു മുട്ട അടിച്ച് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അതാ കാണിക്കാൻ പറ്റാഞ്ഞത്. പിന്നെ തലേ ദിവസം തന്നെ നമ്മൾ ഷാമ്പു ഇട്ട് മുടി നന്നായി കഴുകിയിട്ടും വെക്കേണ്ടതാണ്. ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു ബ്രഷോ വെച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ നമുക്ക് ആരെങ്കിലും ഇട്ട് തരാനുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എനിക്കിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സമയം മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ മുഴുവനായും തന്നെ ഇട്ടിട്ടുണ്ട്. മുഴുവനായും മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാസത്തിൽ 1 പ്രാവശ്യം ഇതുപോലെ ഞാൻ മുഴുവനായി തന്നെ പാക്ക് ഇടാറുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഷവർ ക്യാപ്പോ ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഇട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കണം. കാരണം ഡ്രൈ ആവാൻ പാടില്ല പെട്ടെന്ന്. ഇപ്പോൾ ഞാനിത് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചതാണ്. അപ്പോൾ കണ്ടോ, കുറച്ച് യെല്ലോയിഷ് കളർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക, കാരണം ആ മൈലാഞ്ചിയുടെ കളർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പിറ്റേ ദിവസം ആദ്യം ഇതേപോലെ പാക്കിട്ട് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ വെച്ച് കഴുകിയതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നന്നായി തന്നെ കറുത്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമാണ് നമ്മൾ ഈ പാക്ക് ഇടേണ്ടത്. അതും പിറ്റേ ദിവസം തന്നെ ഇടണം കേട്ടോ, കുറേ ദിവസം ലേറ്റായിട്ട് ഇടാൻ പാടില്ല. അപ്പോൾ അതുപോലെ ചെയ്താൽ നമ്മളെ മുടി നല്ല കറുപ്പ് കളർ കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കറിവേപ്പിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ വളർത്തണം. എന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള പാക്കൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടുന്നവർ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. വിത്ത് വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയി അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അവരവരുടെ വീട്ടിൽ തന്നെ ഇതുപോലെ നീലയമരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്